ഈ ചൂടുകാലത്ത് നോമ്പിന് നമുക്ക് ശരീരവും മനസ്സും തണുപ്പിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി കിടിലൻ ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നോമ്പ് അല്ലാത്ത സമയത്ത്, ചൂട് സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തു. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 100 ഗ്രാമിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് 2.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തു. അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. ഇനി ഇത് ചെറിയ തീയിൽ നമ്മളൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്തു. അത് മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. ഞാൻ അല്പം മാത്രമേ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ കൂട്ടാൻ പാടില്ല, അപ്പോൾ അടി കരിഞ്ഞു പോവും. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് അല്പം പാൽ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. അതിന് ശേഷം കുറച്ച് ചൗവരി എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടത് ഫ്രൂട്ട്സാണ്. നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ പുളിയുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യരുത്. പാലൊഴിക്കുന്നത് കൊണ്ട് അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മുന്തിരി ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ നല്ല മധുരമുള്ള മുന്തിരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് ആഡ് ചെയ്യാം. എനിക്കിവിടെ നല്ല മധുരമുള്ള മുന്തിരി, പച്ചമുന്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്പം അനാറും കുറച്ച് ആപ്പിളും ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഞാലിപ്പൂവൻ, കദളിപ്പഴം, ഇതൊക്കെ ഇതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടും. പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചൗവരി അതൊരു 2 സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പുളിയില്ലാത്ത ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് റോബസ്റ്റ് പഴവും ചെറിയ പഴവും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുകയും ചെയ്യും. പിന്നെ ചൗവരി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചൗവരി എല്ലാവരും ഉപയോഗിക്കണം. പിന്നെ ഞാൻ അല്പം വാനില എസൻസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പാലൊഴിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് തണുക്കാൻ വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അല്പം കൂടെ കസ്റ്റാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് പാലും, പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ആഡ് ചെയ്യാം. പഞ്ചസാരക്ക് പകരം തേനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. അല്പം ഐസ് ക്യൂബും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അനാറ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണിത്. നോമ്പ് സമയത്ത് മാത്രമല്ല, ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന ഉടനെ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് ടയർഡായി വരുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു സമയവും കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള ഒരു 5 മിനിറ്റ് സമയവും മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ചിലവാവുകയുള്ളൂ. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഇത് ഫ്രൂട്ട്സ് ഇല്ലാതെയും ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ ചൗവരി നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. ചൗവരി ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റാർഡും പാലും വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രിങ്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് 2 ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.